എൻ്റെ പേര് രാജി, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞായറാഴ്ച ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെന്തിങ് ഇടാത്തതിന്റെ പേരിൽ മിസ്കാരേജ് ആയി പോയ വ്യക്തി. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു. 20 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് 8 മിസ്കാരേജ് ആണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുർബാന കൈക്കൊള്ളപ്പാടിനായിരിക്കും ഇത് ഇട്ടിട്ടുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ജീസസ് യൂത്ത് ഫുൾ ടൈമർ അങ്ങനെ മിഷൻ പ്രവർത്തനത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ കൊന്തയുടെ ഇത് ആണ് കൂടുതൽ ഞാൻ ജപമാല ചെല്ലണം അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. വെന്തിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് കൂടുതൽ കിട്ടിയത് എന്റെ കൂട്ടുകാരത്തിയാണ് എൽഡർ റൂഹയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് കണ്ടിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ വെന്തിങ്ങി ഇടുന്നുണ്ട്. പ്രൈസ് ലോർഡ്. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. പ്രൈസ് ലോർഡ്. അപ്പൊ ഈ സഹോദരിയുടെ കർത്താവിന്റെ വെളിപ്പെടുത്തൽ കണ്ടോ. 8 കൊച്ചങ്ങളാണ് അങ്ങനെ പോയത്. പേര് ഷൈൻ. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ വൈപ്പില്ലി എടവനക്കാടാണ്. ഈ ഉത്തരീയത്തിൻ്റെ ഒരു സംരക്ഷണം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് മണലിൻ്റെ പരിപാടി പാർട്ട് ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മണൽ വെള്ളം ഞാറക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് വഞ്ചി ഉറച്ചുപോയി. അപ്പോൾ ഈ വെള്ളം ഉറച്ചു പോയപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി കുളിക്കണമായിരുന്നു. അപ്പോൾ അത് ശരിക്കും ബോട്ട് ചാലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറി ബോട്ട് സർവീസുള്ള ചാലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ആ കുഴിയിലേക്ക്, ഈ തുമ്പുംകുഴിയിലേക്ക് പോയപ്പോൾ ഞാൻ രക്ഷിക്കാൻ വേണ്ടി ചെന്നാണ് എന്നെ കൂടെ വലിച്ച് ആള് കുഴിയിലേക്ക് ഇട്ട്. ഏകദേശം 48 അടിയോളം താഴ്ചയുള്ള സ്ഥലമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ വിലാപയാത്ര വരെ അതിൻ്റെ അടിയിൽ വെച്ച് സ്വപ്നം കണ്ടായിരുന്നു. പക്ഷേ എന്നെ ആരോ കൈക്കുടിച്ച് ഉയർത്തുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അമ്മയെന്ന് പറഞ്ഞാൽ വിളിച്ചത്. മാതാവിൻ്റെ ഭയങ്കര ഒരു സംരക്ഷണമായിരുന്നു. അങ്ങനെ ഞാൻ മുകളിലേക്ക് ഇങ്ങനെ എത്തി. ഇങ്ങനെ കൈ ഇങ്ങനെ അറിയാതെ പിടിക്കുമ്പോൾ എന്തുമ്മയോ തടഞ്ഞു. അപ്പൊ മുങ്ങി ശരിക്കും അടിയിലേക്ക് പോയി, ഏറ്റവും അടിയിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് എന്നാ ഇങ്ങനെ തന്നെ ഒരു എന്താണ് പറയണത്, ഒരു ഭൂഗുരുത്വാകർഷണം പോലെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരികയായിരുന്നു. അങ്ങനെ പൊങ്ങി വന്ന സമയത്ത് ഞാനൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കയ്യിലെന്തോ തടഞ്ഞു. അങ്ങനെ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ കഴുക്കോലാണ്. അപ്പൊ വഞ്ചിയിൽ നിന്ന് വള്ളക്കാരൻ കഴുക്കോല് നീട്ടി തന്നാണ്. അപ്പൊ ഇതിൽ പിടിച്ചിട്ട് അങ്ങനെ മറ്റേ കൂട്ടുകാരനെ വലിച്ച് അടുപ്പിച്ച് അങ്ങനെ നല്ലൊരു കൈയോടി കൊടുത്തേ. 20 വർഷമായിട്ട് എനിക്ക് എന്ത് ബോധ്യം കിട്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. ഉത്തരിയെ ഞാൻ കഴുത്തിൽ സ്ഥിരമായിട്ട് ധരിക്കുന്നുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ലായിരുന്നില്ല. ഇപ്പൊ കുറച്ചാളായിട്ടുണ്ട് എനിക്ക് ഇതിനെ കുറിച്ച്. പക്ഷെ നേരത്തെ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇത് കഴുത്തിൽ ധരിക്കുമായിരുന്നു ഞാൻ. സ്നേഹമുള്ളവരെ, ഇവൻ പറഞ്ഞതിൽ നോക്കിയാൽ ഉത്തരീയത്തിന്റെ സാക്ഷിയൊക്കെ ഗംഭീര സാക്ഷ്യങ്ങളാട്ടോ.